ഈഡിയോ ടെക് മന്ത്രിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. നിങ്ങളേവരും എന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. നിങ്ങൾ ലാപ്ടോപ്പിലെ കാര്യമാണ് പറയുന്നത്, മൊബൈലിലെ കാര്യമല്ല പറയുന്നത്. ലാപ്ടോപ്പിൽ നിങ്ങൾ പ്രസൻറ്റേഷൻ ഓൺ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് ലാപ്പിനുള്ളിലെ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ വോയിസ് കിട്ടാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വ്യാപകമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാര മാർഗവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായി ഞാൻ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും വീഡിയോസൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സൗണ്ട് കേൾക്കാത്ത ഒരു പ്രശ്നം കാണാറുണ്ട്. ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് അതിൻ്റെ വോയിസ്, അതായത് മൈക്ക് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചേക്കണം. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എന്നിട്ടും എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പിലാണ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 3 ഡോട്ട്സ് കാണാം. ക്രോമിൻ്റെയാണ് 3 ഡോട്ട്സ്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെറ്റിംഗ് പോലുള്ള ഓപ്ഷനുകളെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റേ വീഡിയോസ് കാണാം. അതിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് എടുക്കുക, എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ടോപ്പ് ബാറിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ടോപ്പ് ബാറിലേക്ക് പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് ടോപ്പ് ബാറിലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ടോപ്പ് ബാറിലായിട്ട് ഒരു സ്ക്രീൻ കാസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്ക്രീൻ കാസ്റ്റിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് അവിടെ പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുമ്പം ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ ഇനി പ്രസൻറ്റ് ചെയ്യാം. ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാരണവശാലും മൈക്ക് ഓഫ് ചെയ്യരുത്. മൈക്ക് ഓഫ് ചെയ്താൽ കേൾക്കില്ല, സൗണ്ട് കേൾക്കില്ല. അപ്പോൾ മൈക്ക് ഓഫ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാനായിട്ട് ഓർക്കുക. ഇനി നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് വെച്ചൊന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വീഡിയോ സ്റ്റാർട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പം ഇതിനായി നമുക്കൊരു എക്സ്റ്റൻഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വേറൊന്നുമല്ല, ഗൂഗിളിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ. വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.